മലയാളത്തിന് ദേശീയ അംഗീകാരം നേടിത്തന്ന ഒരു സിനിമയുടെ സംവിധായകനാണിത്. 20 വർഷങ്ങൾക്ക് മുൻപാണ് ആ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ആ ഒരൊറ്റ ചിത്രം മാത്രമേ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇത്രയും കാലം സിനിമയ്ക്ക് പുറത്ത് അജ്ഞാതവാസത്തിലായിരുന്നു ഈ കലാകാരൻ. ഓർക്കുന്നില്ലേ ഈ മനുഷ്യനെ? ഓർക്കാതിരിക്കാനും സ്നേഹിക്കാതിരിക്കാനും ആവില്ല നമുക്ക് ഈ കലാകാരനെ. പെരുന്തച്ചൻ എന്ന സിനിമയുടെ സംവിധായകനെ, പ്രതിഭാവിലാസം കൊണ്ട് പ്രേക്ഷക ലക്ഷങ്ങളെ വിസ്മയിപ്പിച്ച അജയൻ എന്ന ഈ സിനിമാ സംവിധായകനെ. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അത് ഒരു അച്ഛൻ ജയിലിലും ഒളിവിലും ഒക്കെ ആയിരുന്ന ഒരു കാലമാണ്. വീട്ടിൽ എപ്പോഴും പോലീസുകാർ കയറി ഇറങ്ങി. ഞാൻ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ നിന്നാണ് വളർന്നത്. അതുകൊണ്ട് ചെറുപ്പത്തിലൊരു മുത്തശ്ശി കഥ പറഞ്ഞു തരാൻ പോലും ആരും ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അക്ഷരം പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് വായിച്ച് പുസ്തകം എന്ന് പറയുന്നത് എം ടി സാറിൻ്റെ മാണികകല്ല. അപ്പോൾ അന്നു മുതലേ അതിൻ്റെ സ്വപ്നങ്ങൾ, കുതിരപ്പുറത്ത് പോകുന്ന രാജകുമാരൻ, രാജകുമാരി, മറ്റേ മാണിക്യക്കല്ല് സ്പർശിക്കുമ്പോൾ വിട്ടുമാറുന്ന ജലം, ഇതിൻ്റെയൊക്കെ ഒരു മൂഡിൽ ഉള്ള സ്വപ്നങ്ങളും ഒക്കെയാണ് ഞാൻ കണ്ടത്. നാടക പ്രതിഭയായ തോപ്പിൽ ഭാസിയുടെ മകന് സംവിധായകനാകാൻ മോഹം തോന്നിയതിൽ അത്ഭുതമൊന്നുമില്ല. ആദ്യ കമ്പം പക്ഷേ ഫോട്ടോഗ്രാഫിയോടായിരുന്നു. ക്യാമറയിലൂടെ കണ്ട കാഴ്ചകൾ ഇദ്ദേഹം ഹൃദയത്തിലേക്കാണ് പതിപ്പിച്ചു വച്ചത്. ഒരു സിനിമാക്കാരനാകാൻ മോഹിച്ചും ഫോട്ടോഗ്രാഫിയിൽ കൂടുതൽ അറിവ് നേടാൻ ആഗ്രഹിച്ചും അജയൻ മദ്രാസിലേക്ക് വണ്ടി കയറി. ആ യാത്ര മലയാള സിനിമയിലെ പ്രതിഭാശാലിയായ ഭരതന്റെ മുന്നിലേക്കാണ് കൊണ്ടെത്തിച്ചത്. ഞാൻ മാർവേൽസിൽ പഠിക്കുമ്പോഴാണ് അവിടെ ഹോബി ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. കാർപ്പൻട്രി, ഫോട്ടോഗ്രാഫി, അങ്ങനെ പല ഇതും. ഞാൻ ഫോട്ടോഗ്രാഫിയാണ് തിരഞ്ഞെടുത്തത്. എങ്ങനെയാണ് ഈ ഫിലിം വാഷ് ചെയ്യേണ്ടത്, എൻലാർജ് ചെയ്യേണ്ടത്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അതിൽ ആരം കയറി ഈ ഹോബി ക്ലബ്ബ് മാത്രമായി എൻ്റെ ജീവിതം. ഞാൻ ഡിഗ്രി പരീക്ഷ പാസ്സായതിന് ശേഷം ബുക്ക് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് പിറ്റേ ദിവസത്തെ ട്രെയിനിൽ കയറി മദ്രാസിന് പോയി. അത് വിക്ടോറിയ ഹോട്ടൽ അച്ഛൻ താമസിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അത് എഗ്മൂർ സ്റ്റേഷൻ്റെ അടുത്താണ്. എഗ്മൂർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വിക്ടോറിയ ഹോട്ടലിൽ നിന്ന് കണ്ടു. ഞാൻ അവിടെ ചെന്ന് കയറി. അച്ഛനെ കണ്ടതാകെ അന്തം വിട്ടു. എന്താടാ നീ ഇവിടെ? നീ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സിനിമ പഠിക്കണം, മറ്റേ ഫോട്ടോഗ്രാഫി പഠിക്കണം എന്ന് പറഞ്ഞു. നീ പോയി കുളിച്ചെല്ലാം റെഡിയായി വാ എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് ഞാൻ കുളിയും ഒക്കെ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഭരതേട്ടനെ അച്ഛൻ ഫോൺ ചെയ്ത് വരുത്തി. ഭരതേട്ടനുണ്ട് അവിടെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഭരത എവനെ സിനിമ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക, ഞാൻ അങ്ങോട്ടങ്ങ് ഏൽപ്പിക്കുക, എന്തുവാന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഭരതേട്ടനും കൂടെ ഭരതേട്ടൻ താമസിക്കുന്ന വീട്ടിൽ വന്നു. ആ വീട്ടിൽ ഞങ്ങളൊരു 5-6 വർഷം ഒരുമിച്ച് തന്നെ ജീവിച്ചു. പിന്നെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോട്ടോഗ്രാഫിക്ക് ചേർന്നു. സിനിമയുടെ വ്യാകരണം നന്നായി മനസ്സിലാക്കിയ ശേഷമാണ് സ്വതന്ത്ര സംവിധായകനാകാൻ അജയൻ ഇറങ്ങിപ്പുറപ്പെടുന്നത്. MT കഥകളോടുള്ള ഇഷ്ടവും MT വാസുദേവൻ നായർ എന്ന എഴുത്തുകാരനോടുള്ള ആരാധനയും ആദ്യ സിനിമയ്ക്കായി സമീപിച്ചതും മലയാളത്തിന്റെ ആ പ്രിയ കഥാകാരനെ തന്നെയായിരുന്നു. കുട്ടികൾക്കായി ഒരു നല്ല സിനിമ ഒരുക്കുക എന്നതായിരുന്നു അജയന്റെ ആദ്യ മോഹം. പഠനം കഴിഞ്ഞതിന് ശേഷം കുറച്ചുനാൾ ഞാൻ രാജഗോപാലൻ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. ആ പീരീഡിലൊക്കെ കിട്ടിയ നഗാപിച്ച കാശുമൊക്കെ ആയിട്ട് എൻ്റെ 2 ഫ്രണ്ട്സിനെയും വിളിച്ച് ഞാൻ നേരെ കോഴിക്കോട്ടേക്ക് വണ്ടി കയറി. കോഴിക്കോട്ട് ചെന്ന് MT സാറിനെ കണ്ട് എൻ്റെ ആഗ്രഹം പറഞ്ഞു. എനിക്കൊരു പടം ചെയ്യണം, അത് മാണിക്യക്കല്ലായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.
എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ എൻ്റെ ആമുഖത്തിൽ അത് എഴുതിയിട്ടുണ്ട് സാറിന് എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മറ്റോ പാസ്സായി വന്നാൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞാണ് അവരെന്നെ സമീപിക്കാറ്. അതിന് പറ്റിയൊരു കഥ വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ സമീപിക്കാറ്. പക്ഷേ എവർക്കും നിർബന്ധമുണ്ടായിരുന്നു ഒരു കുട്ടികളുടെ ചിത്രം തന്നെ എടുക്കണം, അത് മാണിക്യക്കല്ല് ആയിരിക്കുകയും വേണമെന്ന്. ഭരതനോടൊപ്പമുള്ള കാലം അജയന് പഠനങ്ങളുടെ കാലമായിരുന്നു. ഇന്ത്യൻ സിനിമ മാത്രമല്ല, വൈദേശിക സിനിമ എന്തെന്നും ഇദ്ദേഹം അറിയുകയും പഠിക്കുകയും ചെയ്തു. സിനിമയിലെ അനുഗ്രഹീത തൂലികയ്ക്ക് ഉടമയായ പത്മരാജൻ എന്ന എഴുത്തുകാരനെയും സംവിധായകനെയും പരിചയപ്പെടുന്നതും ഇതേ കാലത്താണ്. പ്രതിഭകളോടൊപ്പമുള്ള സഹവാസം കൊണ്ട് അജയനിലെ കലാകാരൻ കൂടുതൽ തെളിഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പീരീഡായിരുന്നു ഭരതേട്ടനും ഞാനും തമ്മിലുള്ള ബന്ധവും ഒരു 5-6 വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതവും. എന്നും വൈകിട്ട് ഏതെങ്കിലും സിനിമയ്ക്ക് പോവുക, US പോവുക, മറ്റേ ഫ്രഞ്ച് എംബസിയിൽ എന്തെങ്കിലും സിനിമ കാണും, അല്ലെങ്കിൽ തന്നെ അന്ന് ഹോളിവുഡ് ക്ലാസിക്കുകളൊക്കെ മദ്രാസിൽ റിലീസ് ചെയ്യുന്ന ഒരു തിയേറ്ററും ഉണ്ടായിരുന്നു, സഫയർ എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി ചിത്രം കാണുക, വൈകിട്ട് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഇതിൻ്റെ ഡിസ്കഷനും അതിൻ്റെ കൂടെ സ്വല്പം മദ്യപാനവും ഒക്കെ ആയിട്ട് ആ പീരീഡ് എനിക്ക് മറക്കാനാവാത്ത. എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ ആയിരുന്നു ഭരതേട്ടൻ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി കഴിഞ്ഞ് പ്രയാണം ഗുരുവായൂർ കേശവൻ ഇങ്ങനെ രഥനിർവേദത്തിലെ എൻ്റെ പേര് ആദ്യമായിട്ട് സഹസംവിധാനം എന്നും പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ വന്നു. ഇങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ വർക്ക് ചെയ്തു.